നെൽകർഷകരെ സഹായിക്കാൻ സംസ്ഥാന ബഡ്ജറ്റിൽ പ്രത്യേക പാക്കേജ് വേണമെന്ന് മോൻസ് ജോസഫ് എംഎൽഎ ആവശ്യപ്പെട്ടു. കോട്ടയത്ത് നെൽകർഷകരോടുള്ള സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് കോട്ടയം പാടി ഓഫീസിന് മുൻപിൽ നടത്തിയ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എംഎൽഎ. നിയമസഭയിൽ പലതവണ ആവശ്യം ഉന്നയിച്ചിട്ട് സർക്കാർ പരിഗണിച്ചില്ലെന്നും എംഎൽഎ കുറ്റപ്പെടുത്തി. നമ്മുടെ സംസ്ഥാനത്തെ കർഷകർക്ക് അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന, അവരെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന വനനിയമം ഇടതുപക്ഷ സർക്കാരിന്റെ ദുർഭൂതമാണ്. ഈ വനനിയമം പിൻവലിക്കുവാനും ഇത് നിയമസഭയിൽ കൊണ്ടുവരാതെ ഗവൺമെന്റ് പിന്തിരിയുവാനും തയ്യാറാകണമെന്ന ആവശ്യമാണ് പാർട്ടി ചെയർമാൻ ശ്രീ പി ജെ ജോസഫ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിന് ചുവട് പിടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുമായി കേരള കോൺഗ്രസ് പാർട്ടി കർഷക യൂണിയൻ സമരരംഗത്ത് വരുമ്പോൾ നെൽ കർഷകരുടെ പ്രശ്നങ്ങൾ രൂക്ഷമായി നിൽക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നേതാക്കന്മാർ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ വർഷം സംഭരിച്ച നെല്ലിന്റെ പണം പോലും കൊടുത്തിട്ടില്ല. ഇപ്പോഴും 300 കോടി രൂപ കുടിശ്ശി കിടക്കുകയാണ്. നെൽ കർഷകരെ ഇതുപോലെ വഞ്ചിച്ചുകൊണ്ട് എല്ലാ വർഷവും ഗവൺമെന്റ് കർഷക ആത്മഹത്യക്ക് ഇടവരുത്തുകയാണ്. നെൽ കൃഷിക്കാർക്ക് വേണ്ടി ശാശ്വതമായ ഒരു പാക്കേജ് കേരളത്തിൽ ആവിഷ്കരിക്കണം എന്ന നിയമസഭയിൽ കേരള കോൺഗ്രസ് പാർട്ടിയും പ്രതിപക്ഷവും എല്ലാം ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ ഗവൺമെന്റ് ഇതുവരെ അത് ചെവിക്കൊള്ളാനോ നടപടിയെടുക്കാനോ തയ്യാറായിട്ടില്ല. കേരള കർഷക യൂണിയനും കേരള കോൺഗ്രസ് പാർട്ടിയും ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നു, നെൽ കർഷകർക്ക് ശാശ്വതമായ സംരക്ഷണം നൽകാൻ കഴിയുന്ന വിധത്തിൽ കടക്കിണിയിൽ മുങ്ങി നിൽക്കുന്ന നെൽ കർഷകർക്ക് സർക്കാർ അടിയന്തരമായി സഹായം നൽകണം. നെല്ല് സംഭരണ തുക കുടിശ്ശിക നൽകണം. നെൽ കർഷകർക്കുള്ള സബ്സിഡികൾ വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കോട്ടയത്ത് നെൽ കർഷകർ സമരം നടത്തിയത്. കേരള കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് വെട്ടിയാങ്കൽ അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജോയ് എബ്രഹാം എക്സ്-എംപി, ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ്, സംസ്ഥാന ഭാരവാഹികളും ജില്ലാ പ്രസിഡന്റുമാരും കർഷകരും പങ്കെടുത്തു. ഐ4 ന്യൂസ്, ഏറ്റുമാനൂർ.